ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ആമസോൺ വ്യൂ പോയിന്റിൽ ട്രെക്കിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ട്രെക്കിങ്ങിൻ്റെ ബെസ്റ്റ് സമയവും എല്ലാം പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. മലപ്പുറം ജില്ലയിൽ എടവണ്ണക്കടുത്ത് ഒതായി എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 4 കിലോമീറ്റർ മാറി കിഴക്കൻ ചാത്തല്ലൂരിൽ നിന്നും ഈ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. നമ്മുടെ സ്വന്തം വാഹനം ഉപയോഗിച്ചും അല്ലെങ്കിൽ ട്രെക്കിംഗ് ജീപ്പ് വഴിയും നമുക്ക് ഈ മല കയറാം. ട്രെക്കിംഗ് ജീപ്പിന് ഒരു കയറ്റ ഇറക്കത്തിനായി ഏകദേശം 900 രൂപയോളമാണ് വേണ്ടത്. എന്നാൽ സ്വന്തം റിസ്കിൽ സ്വന്തം കാറും ബൈക്കുമായും കയറുന്നവരുമുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഈ കോൺക്രീറ്റ് റോഡിൻ്റെ അവസാനം വരെ ബൈക്ക് കൊണ്ടുപോകാൻ കഴിയും. അവിടെ നിന്ന് മുകളിലേക്ക് ഒരു ഓഫ് റോഡ് ട്രെക്കിംഗ് ആണ്. അതിനു പറ്റിയ വണ്ടി ഉള്ളവർക്ക് വീണ്ടും മുകളിലേക്ക് പോവാം. നമ്മൾ ഈ കാണുന്ന ആളില്ലാ കടക്ക് മുന്നിൽ വെച്ച് ഈ റോഡ് അവസാനിക്കുന്നു. ഈ ആളില്ലാ കടയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്തു കഴിക്കാം. നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ പൈസ QR കോഡ് വഴി അയച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം നോക്കി മുകളിൽ ഒരു ക്യാമറയുള്ള കാര്യം ആരും മറക്കല്ലേ. ഇവിടെ വളരെ വേഗത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നതിനാൽ വരുന്നവർ ഈ കടക്ക് പിന്നിൽ നിന്നും ആമസോൺ വ്യൂ കാണുന്നുണ്ടോ എന്ന് നോക്കുക. വ്യൂ പോയിന്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ എടുത്തു വെക്കുക. ഇത് പറയാൻ കാരണം നിങ്ങൾ കടക്കടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അവിടെ നിന്നും ട്രെക്കിംഗ് ആരംഭിച്ച് മലമുകളിൽ എത്തുമ്പോഴേക്കും ക്ലൈമറ്റ് ചേഞ്ചായി കോട വന്ന് ഒന്നും കാണാത്ത രീതിയിൽ മാറാം. കോട മാറി വീണ്ടും വ്യൂ ലഭിക്കാൻ ചിലപ്പോൾ 3-4 മണിക്കൂറുകൾ എടുത്തേക്കാം. മഴയുള്ള ദിവസങ്ങളിലാണ് ഈ പ്രശ്നം കൂടുതലും ഉണ്ടാവാറുള്ളത്. അതിരാവിലെ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് വരുന്നവർക്ക് കോടയിൽ മുങ്ങി നിൽക്കുന്ന കാടും പാറക്കെട്ടുകളും താണ്ടി ഒരു ട്രെക്കിംഗ് തന്നെ നടത്താം. ഇവിടെ നിറയെ പാറക്കെട്ടുകളും വൻ ചെരിവുകളും ആയതിനാൽ കുട്ടികളെ കൊണ്ടുവരുന്നത് ഒട്ടും നല്ലതല്ല. കൊണ്ടുവരുന്നവർക്ക് റിസ്ക് കൂടുതലാണ്. കുട്ടികളെ ഫ്രീ ആയി വിടാൻ പറ്റിയ ഒരു സ്ഥലം പോലും ഇവിടെ ഇല്ല. ഞങ്ങൾ വരുന്നതിന് മുൻപ് മഴ പെയ്ത് ചോർന്നതിനാൽ വ്യൂ എല്ലാം കോട പുതച്ച് കിടക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ ട്രെക്കിങ്ങിലെ അവസാന സ്ഥലവും നമ്മുടെ അവസാന വ്യൂ പോയിന്റുമാണ് ഈ കോട പുതച്ച് കിടക്കുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് നോക്കാം. മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം ഇതാ നമ്മുടെ ആമസോൺ വ്യൂ പോയിന്റ്. ആമസോൺ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിവരുന്ന ചിത്രം അനാക്കോണ്ട എന്നതാണ്. അനാക്കോണ്ട സിനിമയിൽ കാണുന്ന അതേ പ്രകൃതി സൗന്ദര്യം നമുക്ക് ഇവിടെയും കാണാം. ചാലിയാർ നദിയുടെ മമ്പാട് കഴിഞ്ഞുള്ള വളഞ്ഞു തിരിഞ്ഞുള്ള ഒഴുക്കാണ് ഈ സൗന്ദര്യത്തിന് പിന്നിലുള്ളത്. ഈ ട്രെക്കിങ്ങിനിടയിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഈ ആമസോൺ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഓരോ വ്യൂ പോയിന്റ് കഴിഞ്ഞും ചെറു മുളക്കാടുകൾ താണ്ടിയാണ് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. ഇവിടെ ട്രെക്കിങ്ങിന് വരുന്നവർ കഴിയുന്നതും പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം ഇവിടെ വരുന്നവർക്ക് മനസ്സിലാകും. ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ ഈ മുളങ്കാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്.
വെയിലടിക്കുന്ന സമയങ്ങളിൽ വരുന്നവർക്ക് നല്ല രീതിയിൽ വ്യൂ ലഭിക്കുന്ന സ്പോട്ടാണിത്. ആമസോൺ വ്യൂ പോയിന്റിൽ നിന്നും ഇങ്ങനെ ഒരു മഴയുടെ ഫീൽ ലഭിക്കാൻ നിങ്ങൾ മഴക്കാലത്ത് തന്നെ ഇവിടെ വരണം. ഇങ്ങനെ നിങ്ങൾ മഴക്കാലത്ത് വരുന്നവരാണെങ്കിൽ ഒരു റെയിൻകോട്ട് നിർബന്ധമായും കയ്യിൽ വെക്കുക. പാറയിൽ കാൽ വഴുതാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും പരമാവധി അകലം പാലിച്ചു നിൽക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.